ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നത്. സിനിമാ നടിയോ അല്ലെങ്കിൽ വലിയ സൽപ്രവൃത്തി ചെയ്തിട്ടോ വൈറലായവളല്ല. സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരു വ്യക്തിയെ ട്രാപ്പ് ചെയ്ത് ഉപദ്രവിച്ച് അവനെ കൊണ്ട് നിർബന്ധിച്ച് സെക്സ് ചെയ്യാൻ ശ്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്ന മുതലിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവള് ചില്ലറക്കാരിയല്ല. പേര് സഫ്ന. ഇൻസ്റ്റാഗ്രാം ID വേണോ ഞാനിവിടെ കൊടുക്കാം. ഇങ്ങനെയുള്ള അറവാണികളെ ഫോളോ ചെയ്യുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ചെന്ന് ഫോളോ ചെയ്ത് കൊടുക്ക്. മെസ്സേജിന് ചിലപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റിപ്ലൈ തരുന്നത് ചിലപ്പം വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് മാത്രം. നല്ല രീതിയിൽ സൂചിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജൊക്കെ ചിലപ്പം തരുമായിരിക്കും. ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായ് നിങ്ങൾക്ക്? അല്ലെങ്കിൽ സ്വന്തം കാമുകയെ മറ്റൊരുത്തരെ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായ്? പക്ഷെ ഇവളെ കൂട്ടിക്കൊടുക്കാൻ ഇവിടെ കാമുകന് പറ്റും. ഇവിടെ കൂടെ 3-4 അവന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആൺസുഹൃത്ത് എന്നാണ് ന്യൂസിനകത്ത് പറയുന്നത്. പക്ഷെ ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്കറിയാൻ സാധിച്ചത് അറസ്റ്റിലായേക്കുന്ന ഒരുത്തൻ അമലെന്ന് പറയുന്ന അവൻ, ഇവിടെ കൂടെ അറസ്റ്റിലായേക്കുന്ന അവൻ ഇവിടെ കൊച്ചിന്റെ തന്തയാണ്. ഇതൊക്കെ ഒരു കുഞ്ഞുണ്ട്, ഇവിടെ ഹസ്ബൻഡാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർ നിയമപരമായ കല്യാണം കഴിച്ചാണോ എന്ന് അറിയത്തൊന്നുമില്ല. പക്ഷെ ഇവള് പറഞ്ഞു നടക്കുന്നത് അവൻ ഇവിടെ ഹസ്ബൻഡ് ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. ഇവക്കൊരു കുഞ്ഞൊക്കെ ഉണ്ട്, അതിനെ പോലും നോക്കത്തില്ല. ആ കുഞ്ഞിനെ അവന്റെ വീട്ടിലാണ് നിർത്തിയേക്കുന്നത്. ഈ തൊലിച്ചോണ്ട് നിൽക്കുന്ന ഇവള് ചില്ലറക്കാരിയല്ല. ആദ്യം ഞാൻ ഇതിന്റെ ന്യൂസ് ഒന്ന് വെക്കാം, അത് നിങ്ങളൊന്ന് കേൾക്കാം. വടക്കൻ പറവൂർ കുത്തിയത്തോട് ചാലക്കക്കടവിൽ വീട്ടിൽ ഷുക്കൂർ മകൾ 27-കാരി ഷഫാന ഷുക്കൂർ, ആൺസുഹൃത്ത് തൃപ്പൂണിത്തുറ ഇരുമ്പനമ്മനയിൽ മഠം വേണുഗോപാൽ മകൻ 32-കാരൻ അമൽ വേണുഗോപാൽ, സുഹൃത്തുക്കളായ ജോൺ രാഹുൽ, ആനന്ദ് മുരുകൻ. ഇവർ 4 പേരും ചേർന്നൊരുക്കിയ കെണിയിൽ വീണത് കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ അമൽ ദേവ്. സമൂഹ മാധ്യമം വഴിയാണ് അമൽ ദേവ് സഫാനയെ പരിചയപ്പെട്ടത്. സ്ഥിരമായി സഫാനയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈപ്പിനിൽ കാണാമെന്ന് അമൽ ദേവ് സഫാനയോട് പറഞ്ഞു. എന്നാൽ വൈപ്പിന് പകരം കടവന്ത്ര മനോരമ ജംഗ്ഷനിലെ ഹോട്ടലിലേക്ക് വരാൻ സഫാന അമൽ ദേവിനോട് ആവശ്യപ്പെട്ടു. ഹോട്ടലിലെത്തിയ അമൽ ദേവ് കാണുന്നത് സഫാനയുടെ ആൺസുഹൃത്ത് അമൽ വേണുഗോപാലിനെയും ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും. സഫാനയുടെ ഫോൺ ഉപയോഗിച്ച് അമൽ വേണുഗോപാൽ ആയിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നതെന്ന് അപ്പോഴാണ് അമൽ ദേവ് തിരിച്ചറിഞ്ഞത്. സഫാനയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർ അമൽ ദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽ ദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ടോർച്ച് ഉപയോഗിച്ച് അമൽ ദേവിന്റെ വലത് കൈപ്പത്തിക്കും അടിച്ചു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അമൽ ദേവിന്റെ നഗ്നദൃശ്യങ്ങളും ഇവർ പകർത്തി. ജോൺ രാഹുലിനെയും ആനന്ദ് മുരുകനെയും ആദ്യം പിടികൂടി. സഫ്നയെയും അമലിനെയും ഇന്ന് ഉച്ചയ്ക്കാണ് വരാപ്പുഴയിൽ നിന്ന് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ആസൂത്രണത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇരുവരും കാക്കനാട് വാഴക്കാലയിലെ വേഴ്സസ് ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഒരു ഹണി ട്രാപ്പ് എന്നൊക്കെ പറയാം. ഒരുത്തനെ ചാറ്റ് ചെയ്ത് വിളിച്ചു വരുത്തി അവനെ കൊണ്ട് സെക്സ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ എടുപ്പിച്ചിട്ട് പൈസ തട്ടുന്ന പരിപാടി. ഇതിന് കൂട്ടു നിൽക്കുന്ന ആരാണ്? ഇവിടെ ഹസ്ബൻഡ്. ആലോചിച്ച് നോക്കണേ, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത് പൈസ ഒപ്പിക്കാൻ നിൽക്കുന്ന അവന്മാർ ഇതിനു മുമ്പും പല കേസുകളിൽ അറസ്റ്റ് ആയിട്ടുള്ളവന്മാരാണ്. ഇവരുടെ ജോലി തന്നെ MDMA കച്ചവടമാണ്, ഡ്രഗ്സിന്റെ കച്ചവടമാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും മീഡിയാസിനെ നോക്കിയിട്ട് ഇവള് പറയുന്നൊരു പറച്ചിലുണ്ട്, നല്ല ഫോട്ടോ കിട്ടിയില്ലേന്ന്. എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? അവക്കറിയാം അവള് പുഷ്പം പോലെ ഇറങ്ങി വരും, അവളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ നിയമമൊന്ന്. അതിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ മുഖത്ത്. എന്തോ നന്മ ചെയ്തിട്ട് ഇവളെ പൊക്കിയെടുത്തോണ്ട് പോകുന്നതിന്റെ കൂട്ടാണ് അവള് അവിടെ ഭാവങ്ങള്. ഇവക്ക് മാത്രമല്ല, ഇവിടെ കൂടെ നിൽക്കുന്ന അവന്മാരും ഇത് തന്നെ. ജയിലൊക്കെ ഇവന് സംബന്ധ വീട് പോലാണെന്ന് തോന്നുന്നു. വളരെ ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് പോയിട്ട് വരുന്ന സ്ഥലം. ഡ്രഗ്സ് അടിച്ച് തലയ്ക്ക് പിടിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ജയിലിലൊക്കെ പോകുന്നത്. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതികളെ പിടിക്കുന്ന സമയത്ത് അവർ മുഖം മറയ്ക്കാനൊക്കെ നോക്കും. ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു, മീഡിയാസിനെ നോക്കിയിട്ട് ദാണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ആലോചിച്ച് നോക്ക്, നമ്മുടെ നിയമത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ഇവിടെ പോലീസിന് വില കൊടുക്കുന്നില്ല, നിയമത്തിന് വില കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളവന്മാര് ജീവിക്കുന്ന നാട്ടിൽ സാധാരണക്കാർക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? പോലീസ് പറയുന്നുണ്ട് ഇവന്മാരുടെ ആദ്യത്തെ കുറ്റമല്ല ഇത്, എന്നാൽ ഇവരുടെ ആദ്യത്തെ കുറ്റമാണ്. ഇവളെ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളവന്മാർ ഇതിനു മുമ്പും അറസ്റ്റിലായിട്ടുണ്ട്. ഒരുത്തിനെയും കൂടി ഇനി കിട്ടാനുമുണ്ട്. ഇവിടെ ഈ ചിരിച്ച വീഡിയോ
ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ്. അതിന്റെ അടിയിൽ ഇവളോട് ക്രഷ് അടിച്ചു എന്നൊക്കെ വരുന്ന കമന്റ്സ് ഒക്കെ കണ്ടു കുറെ. മേ ബി കോമഡിച്ചതായിരിക്കാം. പക്ഷെ വേറെ കുറെ കമന്റ്സും കൂടെ ആ ഒരു വീഡിയോ അടി വരുന്നുണ്ട്. ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. അഡ്വക്കേറ്റ് ഫാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയേക്കുന്നതാണ്. ഇതിൽ ഒന്നുകിൽ ഹണി ട്രാപ്പ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ശല്യം ചെയ്തവനെ വിളിച്ചു വരുത്തി പെണ്ണും കാമുകനും കൂട്ടുകാരും കൊടുത്ത മുട്ടൻ പണി. ഇവന്മാരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഇവളെ ശല്യം ചെയ്തതിന് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്ത പണിയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നല്ല ഡ്രഗ്സ് അടിച്ച് മൂത്ത് നിൽക്കുന്ന 3 എണ്ണം. സ്വയബോധമില്ലാതായിരിക്കണം ഇങ്ങനെ പെരുമാറുന്നത് തന്നെ. ബാക്കിയൂടെ വായിക്കാം. എന്തായാലും ഹോട്ടലിലേക്ക് ഈ ഭിന്നശേഷിക്കാരൻ സിനിമ കാണാൻ വരില്ലല്ലോ. അപ്പോൾ കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ വന്നത് ദുരുദ്ദേശത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. മാപ്രകളുടെ വാർത്തകൾ കണ്ട് ഒരു നിഗമനത്തിലും എത്താൻ പറ്റാത്ത കാലമാണിത്. വ്യൂ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ പയ്യന്റെ അടുത്ത് ചാറ്റ് ചെയ്തിട്ട് ഇവനെ ട്രാപ്പിലാക്കിയതാണ്. ഈ കമന്റിനകത്ത് പറയുന്നതിന്റെ കൂട്ട് ഓസിനൊരു കളി കിട്ടുവാണെങ്കിൽ കളിച്ചേക്കാന്നും പറഞ്ഞ് ചെന്ന് കയറിയതും ആയിരിക്കാം. മനസ്സിലായോ? അവിടെ ചെന്നപ്പോഴാണ് അവന്മാരും റൂമിലുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇവന്മാരും ഇവളും റെഡിയല്ല. വെറും അപരാധി മക്കളാണ്. സർട്ടിഫൈഡ് അപരാധി മക്കളാണ്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിനകത്ത് ആളുകളെ ട്രാപ്പിലാക്കി ഡ്രഗ്സ് ഉപയോഗിക്കുക, ഇതൊക്കെ ഇവിടെ സ്ഥിരം തൊഴിലാണ്. മെയിനായിട്ട് ഡ്രഗ്സ് ഉപയോഗിപ്പിക്കുക. പെൺകുട്ടികളാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിപ്പിച്ച് വേറെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ വർഷം ഇവളൊരു ഹോസ്റ്റലിൽ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടി ചെന്നു. അവിടെ നടന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇവൾ അവിടെ താമസിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾക്ക് അറിയത്തില്ല ഇവൾ എത്രക്കാരിയാണെന്ന്. അങ്ങനെ ഇവിടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്താണ് ഇവളിവിടെ ഫാമിലിയെ പറ്റി പറയുന്നത്. ഇവള് ട്രിവാൻഡ്രത്താണ് ഇവിടെ വീട്, ഇവക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഇവക്കൊരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് ഹിന്ദുവാണ്, ഇവള് മുസ്ലിമാണ്. അതുകൊണ്ട് ഇവിടെ വീട്ടിൽ പ്രശ്നമാണ്. ഇവിടെ വീട്ടിൽ ഇവളെ കയറ്റത്തില്ല. അതുകൊണ്ട് കുഞ്ഞും ഹസ്ബൻഡും അവിടെ വീട്ടിലാണ്. ഇവൾ ഇവിടെ ജോലിയുടെ കാര്യമായിട്ട് എറണാകുളത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവൾ അവരെടുത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റോറി. ആൻഡ് ഇവിടെ ഈ ഒരു ജീവിത കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവൾ പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വലിക്കുവോ, ജോയിന്റ് അടിക്കുവോ, ഇന്നത് ചെയ്യുവോ, അങ്ങനെ ചെയ്യുവോ എന്നുള്ള തരത്തിലുള്ള ഒരു ടോക്കിലോടാണ് ഇവൾ പോകുന്നത്. അവൾ എന്നിട്ട് സ്വയം പറയുന്നത്, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ കയ്യിൽ സാധനമുണ്ട്, ഞാൻ ജോയിന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് വേണോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു തരത്തിൽ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ പെൺകുട്ടിക്കൊന്നും ശീലമില്ല. അന്നേരം അവര് മാക്സിമം ഒഴിഞ്ഞു മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പബ്ബിൽ പോയാലോ ബാറിൽ പോയാലോ, എനിക്കറിയാം, നിങ്ങൾ എൻ്റെ കൂടെ വാ, മാക്സിമം ഇവരെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ഇവരെ കൊണ്ട് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പബ്ബിൽ കൊണ്ടുപോയി ബാറിൽ കൊണ്ടുപോകുക. ഈ ഡ്രഗ്സ് ഒക്കെ അടിപ്പിച്ച് ഈ ബാറിലും പബ്ബിലും ഒക്കെ കൊണ്ടുപോകുന്നത് തന്നെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇവളിങ്ങനെ നിരന്തരം ഇവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞത് നെക്സ്റ്റ് ഡേയും ഈ സെയിം പരിപാടി തന്നെ. എൻ്റെ കയ്യിൽ MDMA ഉണ്ട്, നിങ്ങൾക്ക് വേണോ? ഈ രീതിയിലാണ് ഇവൾ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഹോസ്റ്റലിലുള്ള ഏതെങ്കിലും ഒരു പെൺകൊച്ചി എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്ന്, ആ പെണ്ണിന്റെ ജീവിതത്തോടെ തീർന്നു. പിന്നീട് അത് കഴിഞ്ഞ് വേറെ ദിവസം ഇവിടെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തുക. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവന്റെ കാറുണ്ട്, ബാ നമുക്ക് പുറത്ത് പോയി കറങ്ങാൻ പോവാം, അവിടെ പോവാം, ഇവിടെ പോവാന്നും പറഞ്ഞിട്ട് ആ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ ഇവള് ഫോഴ്സ് ചെയ്യാണ്. ഇവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് പറയുന്ന കഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MDMA യൂസ് ചെയ്തിട്ടുള്ള സെക്സിനെയൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. 2-3 ഡേയ്സ് റൂമിൽ നിന്ന് ഇറങ്ങാതെ നമ്മൾ ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ. ഇവർക്കൊന്നും ഇത് കേൾക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ഇവള് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ ഹോസ്റ്റലിൽ നിന്ന് ഇവളെ എങ്ങനെ പൈസ പോലും കൊടുക്കാതെ ഇവിടെ അവിടെ നിന്ന് മുങ്ങിയെന്നാണ് ഈ പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവള് പക്ക ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് അഡിക്റ്റ് മാത്രമല്ല, മറ്റുള്ളവരെ ഇതിനകത്തോട്ട് ഫോഴ്സ്ഫുള്ളി വലിച്ചിടാനും ശ്രമിക്കുന്ന വ്യക്തിയാണ്. അത് ഇവിടെയും ഇവിടെ കൂട്ടാളികളുടെയും ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെയും ഇവന്മാരുടെയൊക്കെ പുറകിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീരിയസ്ലി. അവിടെ ഈ ഡ്രഗ്സ് മാത്രമല്ല, ഈ പെൺകുട്ടികളെ തന്നെ ഇതിനകത്തോട്ട് വലിച്ചിട്ട് അവരെ വേറെ തരത്തിൽ കച്ചവടത്തിന് വരെ കൊണ്ടുപോകുന്ന പരിപാടികൾ ഉണ്ടാവും. എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. ഇങ്ങനെയുള്ള അറവാണിച്ചികളുടെ കയ്യിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരു കൗതുകത്തിന് ചിലപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. പിന്നെ അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് പുറത്തിറങ്ങണമെന്ന് നിങ്ങളുടെയൊക്കെ മക്കൾക്ക് തോന്നിയാൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടും. ഇവന്മാരും ഇവളുമാരും പൂട്ടും. ഈ അറസ്റ്റിലായ ഒരുത്തൻ ഇവിടെ ഹസ്ബൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവന് MDMA കച്ചവടമാണ്. ഇവൻ പല കേസുകളിലും ഇതിനു മുമ്പ് പ്രതിയാണ്. കുത്തുകേസിൽ വരെ പ്രതിയായിരുന്നു എന്നാണ് ഇവള് പറയുന്നത്. ഇവന്റെ ചരിത്രം അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇവള് അവരോട് പറഞ്ഞ കാര്യമാണ്, ഇവൻ കുത്തുകേസിൽ വരെ പ്രതിയാണെന്ന്. ഇങ്ങനെയുള്ളവന്മാരുള്ള ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? നിയമത്തെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, ആരെയും ഒന്നിനെയും പേടിക്കാതെ പുച്ഛിച്ച് ഇങ്ങനെ നടക്കുന്ന ഇവന്മാരുള്ള ഈ നാട്ടിൽ ഒരു രീതിയിലും സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഈ കേസിൽ ഇപ്പൊ ഇവനെ ഇവളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ എല്ലാം ഇറങ്ങും. എന്നിട്ട് പഴയ പണി വീണ്ടും തുടരും. ഇവിടെ ഒന്നും ചേഞ്ച് ആവാൻ പോണില്ല. എന്താണ് ചേഞ്ച് ആവാൻ പോകുന്നത്? അവിടെ അവന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? മീഡിയാസിനെ കാണുമ്പോൾ അതാ നല്ല ഫോട്ടോ എടുത്തു
എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. പോലീസ് അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോൾ പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അല്ലാത്ത സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. ചെപ്പ അടിച്ച് പൊളിക്കണം ഇവന്റെ ഇവിടെയൊക്കെ, നടു അടിച്ച് പൊളിക്കണം, എണീറ്റ് നടക്കാൻ പാടില്ലാത്ത രീതിയിൽ പെരുമാറണം. അതാണ് വേണ്ടത്. നമ്മുടെ നിയമം ഒന്നും ഇവന്മാരെ ഒന്നും ചെയ്യില്ല. അതാണ് ഇവരുടെയൊക്കെ കോൺഫിഡൻസ്. വല്ല ഗൾഫ് കൺട്രീസിലൊക്കെ ആയിരുന്നെങ്കിൽ തല ഇവിടെ കടന്ന് ഉരുണ്ടേനെ. ഇവരൊക്കെ നിന്ന നിപ്പിൽ വിറച്ച് മുള്ളിയേനെ. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്, നാളെ ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നും മാറാൻ പോണില്ല. കുറച്ചവിടെ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കൂടി വരുന്നതല്ലാതെ ഒരു രീതിയിലും കുറയത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നിയമത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. ഇതൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നവന്മാർ പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിലുള്ള നിയമം വരണം. അതൊന്നും എന്താണെങ്കിലും ഇവിടെ വരാൻ പോകുന്നില്ലെന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാർക്കും അറിയാം, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കും അറിയാം. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാൻ ഇവിടെ പറ്റത്തുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ശരി.